എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നല്ല പ്രമേയമാണ്. ഇദ്ദേഹത്തിന് നല്ല ഡയറക്ഷനാണ്. എന്ന് വെച്ചാൽ ഇതൊക്കെ ഇങ്ങനെയുള്ള സിനിമയെ ജനങ്ങൾ കാണേണ്ടത്, അല്ലാതെ ചുമ്മാ ഒരുമാതിരി കൊമേഴ്ഷ്യൽ കച്ചവട സിനിമയല്ല കാണേണ്ടത്. അടി പിടി ഇതൊന്നുമല്ല കാണേണ്ടത്. ഇത് ജനങ്ങൾക്ക് നല്ലൊരു തീം എത്തിക്കുന്നതാണ് ഈ സിനിമയുടെ പ്രമേയം. ഇത് തീർച്ചയായിട്ടും ജനങ്ങൾ കാണണം, വിജയിപ്പിക്കണം. ആ സംവിധായകന് നമ്മളൊരു പ്രോത്സാഹനം കൊടുക്കുക തന്നെ വേണം. അഭിനയം എല്ലാവരും അവരുടേതായ റോള് ഭംഗിയായിട്ട് എടുത്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആ കൊച്ചുകുട്ടിയാണ്. പിന്നെ എല്ലാവരും നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. കാരണം വെച്ചാൽ ഞാനും ചെറിയൊരു കലാകാരനാണ്. മുഖമൊന്നും കാണിച്ചില്ലെങ്കിലും അതിൻ്റേതായ ഈ കലാപരമായിട്ടുള്ള കഴിവ് എല്ലാവരിലും ഉണ്ട്. ഇത് നല്ലൊരു സിനിമയാണ്. 10ൽ എൻ്റെ അഭിപ്രായത്തിൽ ഒരു 8.5 മാർക്ക് ഞാൻ കൊടുക്കുന്നുണ്ട്. നല്ല ഫിലിമാണ്, നല്ലൊരു എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു. ഇപ്പോൾ ഉള്ള പ്രമേയത്തിനെ അവതരിപ്പിച്ചുകൊണ്ടുള്ള ഒരു ഫിലിമാണ്. കൂടാതെ തന്നെ വരും തലമുറയ്ക്ക് ഒരു പാഠം തന്നെ ആയിരിക്കട്ടെ ഇങ്ങനെ ഒരു സിനിമ. ഇപ്പോൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അമ്മുമ്മ എന്ന് പറയുന്നത് കുട്ടികൾക്ക് സോഷ്യൽ മീഡിയയിൽ കൂടി മൊബൈലുകളിൽ മാത്രം നോക്കിയിരിക്കത്തക്ക ഒരു സാഹചര്യം നിലവിൽ വന്നിരിക്കുകയാണ്. ആയ സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു സിനിമ നല്ല സിനിമ തന്നെയാണ്. കുട്ടികൾക്ക് ഗ്രാൻഡ് മദറിനോടും ഗ്രാൻഡ് ഫാദറിനോടുമുള്ള സ്നേഹം കൂടുക തന്നെ ചെയ്യും. എല്ലാ കുട്ടികളും ഈ സിനിമ വന്ന് കാണണം എന്നാണ് എനിക്ക് എല്ലാവരോടും അഭ്യർത്ഥിക്കുവാനുള്ളത്. അഭിനയമെല്ലാം നല്ല, നായകൻ ബാലതാരം സൂപ്പറായിരുന്നു, നല്ലപോലെ അഭിനയിച്ചു, നന്നായിട്ട് അഭിനയിച്ചു. എൻഡിങ്ങാണ് ഏറ്റവും സൂപ്പർ. നല്ല സിനിമ, അതിൻ്റെ പ്രമേയമാണ് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത്. പുതിയ തലമുറയ്ക്ക് ഇതൊരു പാഠമാകേണ്ടതാണ്. എന്നാൽ ഇന്നത്തെ തലമുറ ഇത്തരം വിഷയങ്ങളെക്കുറിച്ചോ കൂട്ടുകുടുംബ സംവിധാനത്തെക്കുറിച്ചോ ഇന്നത്തെ തലമുറയ്ക്ക് വലിയ ഒരു കാഴ്ചപ്പാടില്ല. അതിന് ഏറ്റവും പറ്റിയ പ്രമേയം ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഈ ചിത്രം നിർമ്മിച്ചിട്ടുള്ളത്.